വാർഡ് തല കൺവെൻഷനാണ് ആരംഭിക്കുന്നത്. ഇതിൻ്റെ അധ്യക്ഷനായി വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് എച്ച് ഹുസൈനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സഹകളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 16ാം വാർഡ് കൺവെൻഷനാണ് ഇവിടെ നടക്കുന്നത്. ഈ വാർഡിൽ നമ്മുടെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുന്നത് നമ്മുടെ പ്രസന്ന ചേച്ചിയാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ പ്രസന്ന ചേച്ചിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഉള്ള പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ആണ് നമ്മൾ ഈ വാർഡ് കൺവെൻഷൻ വിളിച്ചിരിക്കുന്നത്. ഈ കൺവെൻഷനിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഞാൻ CPM-ൻ്റെ നേതാവ് മുൻ ഇവിടുത്തെ മെമ്പറുമായ സഖാവ് AM റാഫി ക്ഷണിക്കുന്നു. ആദരണീയനായ യോഗാധ്യക്ഷൻ സഖാവ് എച്ച് ഹുസൈൻ, CPI-യുടെ ലോക്കൽ കമ്മിറ്റിയുടെ ആക്ടിംഗ് സെക്രട്ടറിയായി ചുമതലയേറ്റിട്ടുള്ള സഖാവ് ഉണ്ണികൃഷ്ണൻപിള്ള, മുൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് V. രവീന്ദ്രനാഥ്, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും ആയൂരിലെ ആദ്യകാല പഞ്ചായത്ത് അംഗവുമായിരുന്ന സഖാവ് G. ശ്രീധരൻപിള്ള, ഈ വാർഡ് കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന കേരള കോൺഗ്രസിൻ്റെ മാണിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ആയൂർ ബിജു, ഈ വാർഡ് തല കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുന്ന CPI-ൻ്റെ LC അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, അതുപോലെ തന്നെ CPI-യുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, പ്രിയമുള്ള വോട്ടർമാർ, ഈ വാർഡിൽ ജനവിധി തേടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി പ്രസന്നകുമാരി അടക്കം വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ഡിസംബർ മാസം 9, 11 തീയതികളിലായി നമ്മുടെ സംസ്ഥാനത്ത് ത്രിതല ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും 2 ദിവസങ്ങളിലായി 9, 11 തീയതികളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 9-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് വാർഡ് തല കൺവെൻഷനുകൾ യോഗം ചേരുന്നത്. നേറായിക്കോട് വാർഡ് 16-ൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 17 വർഷക്കാലമായി ആശാവർക്കറായി ഈ വാർഡിലെ മുഴുവൻ കുടുംബങ്ങളും അവിടുത്തെ അംഗങ്ങളുമായി നല്ല പരിചയവും സ്നേഹബന്ധവും കാത്തുസൂക്ഷിക്കുന്ന ആശാവർക്കറായി പ്രവർത്തിച്ചു വരുന്ന പ്രസന്നകുമാരിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി
ഈ വാർഡ് നിലനിർത്തുവാൻ നിയോഗം ഏൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എസ് സന്തോഷ് കുമാറാണ്. സന്തോഷ് കുമാറിന് അരിവാൾ നെൽക്കതിരടയാളത്തിലും കൊല്ലം ജില്ലാ പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷനിൽ ജനവിധി തേടുന്ന ഏരൂരിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPIM-ന്റെ സമന്നത നേതാവുമായിട്ടുള്ള ടി അജയൻ ജില്ലാ പഞ്ചായത്തിലേക്കും ജനവിധി തേടുകയാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് അടയാളം. യും വിജയം ഉറപ്പാക്കുന്നതിനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പരിപാടികൾ ആലോചിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് വാർഡ് തലത്തിൽ ഇത്തരത്തിൽ കൺവെൻഷൻ ചേരുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് നടക്കുന്ന വാർഡ് 15-ൽ ജനവിധി തേടുന്നത് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ സഖാവ് ആര്യലാലാണ്. ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ഈ പറയുന്ന സാരഥികളെ എല്ലാം ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുവാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഉണ്ണികൃഷ്ണപിള്ള സാറ് CPI-യുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി ഇപ്പോൾ ചുമതലയേറ്റിട്ടുണ്ട്. നിലവിലെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ജ്യോതി വിശ്വനാഥ് വാർഡ് 14-ൽ മത്സര രംഗത്തേക്ക് വന്നപ്പോഴാണ് ആ മാറ്റം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ കൺവെൻഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ആയൂർ ബിജു ആണ്. അദ്ദേഹത്തെയും നിങ്ങൾ ഏവരുടെയും പേരിൽ ഈ വാർഡ് തല കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന അഡ്വക്കേറ്റ് വി രവീന്ദ്രനാഥ് മുൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ചുമതലയേറ്റ് ഈ പഞ്ചായത്തിലെ 23 വാർഡുകളിലെയും സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിച്ചു വരുന്ന സഖാവ് അഡ്വക്കേറ്റ് വി രവീന്ദ്രനാഥിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മുൻ കമ്മ്യൂണിസ്റ്റും CPI-ന്റെ ആദ്യകാല ഗ്രാമപഞ്ചായത്ത് അംഗവുമായിട്ടുള്ള സഖാവ് ജി ശ്രീധരൻപിള്ള അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക സഖാക്കളുടെയും രാഷ്ട്രീയ ഗുരു. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ് പ്രവർത്തിക്കുന്ന സഖാവ് എച്ച് ഹുസൈൻ CPI-യുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. നിരവധി തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ വാർഡ് തലത്തിൽ നേതൃത്വം വഹിച്ചിട്ടുള്ള സഖാവ് എച്ച് ഹുസൈനെ നിങ്ങൾ ഏവരുടെയും പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ വാർഡ് കൺവെൻഷനിൽ പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട വോട്ടർമാർ, അതുപോലെ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കൾ, പ്രവർത്തകർ, കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രവർത്തകർ ഉൾപ്പെടെ ഇതിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ പേരെയും ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം
ഈ വാർഡിൽ മത്സരിക്കുന്ന പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 17 വർഷക്കാലമായി ഓരോ വീടുകളിലും സുഖത്തിലും ദുഃഖത്തിലും നമ്മളെ കാണുവാനും ഹൃദയത്തോട് ചേർത്ത് നിർത്തി കൊറോണ കാലഘട്ടത്തിലും എല്ലാം തന്നെ മരുന്നും അവശ്യ സാധനങ്ങളും എത്തിക്കുന്നതിന് ആശാവർക്കറായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട പ്രസന്നകുമാരിയെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വിപ്ലവ അഭിവാദ്യങ്ങൾ. ഈ വാർഡ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന നേതാവും നമുക്കെല്ലാം സുപരിചിതനായ സഖാവ് ശ്രീ ആയൂർ ബിജുവിനെ ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി ഞാൻ ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സഖാവ് ഹുസൈൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പഞ്ചായത്തിൽ നേതൃത്വം നൽകുന്ന നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ബഹുമാനായ അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ്, സഖാവ് ഉണ്ണികൃഷ്ണപിള്ള, ഈ വാർഡിൻ്റെ പ്രിയപ്പെട്ട പഞ്ചായത്ത് അംഗമായിരുന്ന AM റാഫി, ഈ നാട്ടിലെ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളിലേക്ക് കൊച്ചുനാൾ മുതൽ നേതൃത്വം നൽകിയ ബഹുമാനായ ശ്രീധരൻപിള്ള ചേട്ടൻ, പ്രിയപ്പെട്ട നമ്മളുടെ സ്ഥാനാർത്ഥി പ്രസന്ന ചേച്ചി, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വരുന്ന 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളായ പ്രസന്നകുമാരിയെയും ആര്യാലാലിനെയും അതുപോലെ സന്തോഷിനെയും അജയനെയൊക്കെയും വിജയിപ്പിക്കണം. ജില്ലാ പഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും ഒക്കെ വിജയിപ്പിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിലുടനീളം ഇത്തരത്തിലുള്ള വാർഡ് കൺവെൻഷനുകൾ നടത്തി വരികയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാര്, പ്രവർത്തകര്, മെമ്പർമാര് ജയിച്ചു വരേണ്ട ആവശ്യകത ഈ രാജ്യത്തെ ജനങ്ങളുടെ വിവിധങ്ങളായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് നാടിൻ്റെ വികസനത്തിൽ പങ്കാളിയാകുവാൻ നമുക്ക് നൽകുന്ന ഒരു അവസരമാണ് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. അസംബ്ലി തിരഞ്ഞെടുപ്പും പാർലമെന്റ് തിരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ അത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ വിവിധ പ്രദേശങ്ങൾ 5, 6, 7 പഞ്ചായത്തുകൾ വരുന്ന ഭാഗമാണ്. എന്നാൽ ഒരു വാർഡിൻ്റെ വികസനം സാധ്യമാക്കുക, ഒരു പ്രദേശത്തിൻ്റെ വികസനം സാധ്യമാക്കുക, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ്. ഒരു സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വികസന പദ്ധതികളെ അതിൻ്റെ തന്മയത്വം നഷ്ടപ്പെടാതെ അതേപടി താഴെത്തട്ടിലേക്ക് എത്തപ്പെടുത്തുന്നത് തദ്ദേശ സ്വയംഭരണ പ്രതിനിധികളാണ്. 9.5 വർഷക്കാലമായ കേരളം ഭരിക്കുന്ന ബഹുമാന്യനായ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളെ കേരളത്തിലെ ജനങ്ങൾ നെഞ്ചേറ്റിയിരിക്കുമ്പോൾ അതിനെ നെഞ്ചേറ്റുവാൻ ഈ പറയുന്ന ഇടമുളയ്ക്കൽ പഞ്ചായത്തിനും നീറായിക്കോട് വാർഡിനും ഉത്തരവാദിത്തമുണ്ട്. പ്രവർത്തനങ്ങൾക്ക് രൂപീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, വീണ്ടും 9.5 വർഷമാകുന്നു. ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് ഉണ്ടാകുകയാണ്. രാജ്യത്തെ വലതുപക്ഷ പത്രമാധ്യമങ്ങൾ പോലും വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ ഒരു 3ാം സർക്കാർ അധികാരത്തിൽ വരുമെന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ വണ്ണം പറയുമ്പോൾ നമ്മൾ എന്തിന് മാറി നിൽക്കണം? നമുക്ക് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കാമെന്നേ. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ ആപ്തവാക്യങ്ങൾ ഇടതുപക്ഷം ഹൃദയപക്ഷം എന്ന് പറയുമ്പോൾ LDF വരും, എല്ലാം നേരെയാകും എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ പരിഹസിച്ചവരൊക്കെയും നമ്മുടെ പ്രദേശങ്ങളിലുണ്ട്. എന്നാൽ അതൊക്കെയും മാറ്റിക്കൊണ്ട് നാടിനെ വികസനത്തിൻ്റെ ഒരു കുതിപ്പ് നൽകുവാൻ
ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രിയെ അതേ അർത്ഥത്തിൽ നിലനിർത്തുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും നമ്മൾ തദ്ദേശ സ്വയംഭരണങ്ങൾ ഭരിച്ചിരുന്ന സ്ഥാപനങ്ങൾക്കും മെമ്പർമാർക്കും ഭരണസമിതിക്കും സാധ്യമായിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമുക്കാൽ പഞ്ചായത്തുകളും, ജില്ലാ പഞ്ചായത്തിൽ ഒന്നൊഴികെ എല്ലാ ജില്ലാ പഞ്ചായത്തുകളും, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷവും ഒക്കെ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഒന്നിൻ്റെയൊക്കെ അരക്കൊന്നിൽ ലവ്യണ്ണം മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്, നീറായിക്കോടിൽ ലവ്യണ്ണം മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ചില വർഗീയ ശക്തികൾ കടന്നു കയറാൻ ശ്രമിക്കുമ്പോഴും അവരെ മനസ്സിലാക്കാനുള്ള മനസ്സ് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധ്യമാകും. ആ വിശ്വാസം നേടിക്കൊണ്ട് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക മാത്രമാണ് നമ്മൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. നമ്മളിൽ ഇതുവരെയും ഈ നാട്ടിലെ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നെഞ്ചു വിരിച്ച് ജനങ്ങളുടെ മുന്നിൽ ചെന്ന് നമുക്ക് പ്രസന്ന ചേച്ചിക്ക് ഒരു വോട്ട് വേണം, സഖാവ് പ്രസന്നകുമാരിക്ക് ഒരു വോട്ട് വേണം, സഖാവ് ആര്യാലാലിനൊരു വോട്ട് വേണം, സഖാവ് സന്തോഷിനൊരു വോട്ട് വേണം എന്ന് പറയുമ്പോൾ ജനം നമ്മളോടൊപ്പം നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ ഇനിയുള്ള ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. വീട് വീടാന്തരം കയറി നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നയങ്ങൾ നമ്മൾ വിജയിച്ചാൽ ഇനി എന്താകും, എന്നുണ്ടാകും, നമ്മൾ എങ്ങനെയായിരിക്കും ഇവിടുത്തെ ജനങ്ങളോട് എന്ന് സാധാരണക്കാരായ നമ്മളുടെ ജനങ്ങളെ, നമ്മുടെ നാട്ടുകാരെ, നമ്മളെ വോട്ടർമാരെ പറഞ്ഞ് ബോധവൽക്കരിച്ച് അവരെ നമ്മുടെ കൂടെ നിർത്തി കമ്മിറ്റിയിൽ അല്ലെങ്കിൽ കൺവെൻഷൻ എത്ര പേര് വന്നു എന്നുള്ളതല്ല, അതിനുപരിയായിട്ട് നമ്മളുടെ ആദർശങ്ങളെ, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങളെ, ആശയങ്ങളെ ഏറ്റെടുക്കുവാൻ ഈ നാട്ടിലെ ജനങ്ങൾ ഉണ്ടോ എന്ന് ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ പ്രാവശ്യം സഖാവ് റാഫിയുടെ വിജയം. അതേപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിലെ വിജയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെയും ത്രിതല പഞ്ചായത്തുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാകാം. അതിൻ്റെ സാഹചര്യം മറ്റൊന്നാണ്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ജാഗ്രതയുടെയാണ്, പ്രവർത്തനത്തിൻ്റെതാണ്. നമ്മൾ ശക്തിയായി പ്രവർത്തിച്ചാൽ ഈ വാർഡ് ഒരിക്കൽ കൂടി സഖാവ് രവീന്ദ്രൻ പിള്ളയും സഖാവ് റാഫിയും ഒക്കെ പിടിച്ചെടുത്ത ഈ വാർഡ് നമ്മുടെ കയ്യിൽ നിൽക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ, ഞങ്ങൾക്ക് വലിയ കൂടുതൽ പാർട്ടിക്കാരൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നിരുന്നാൽ പോലും പാർട്ടിക്കാരില്ലെങ്കിലും നമ്മൾ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ഒരു സമൂഹം നീറായിക്കോട്ട് വാർഡിലും നടക്കുന്ന വാർഡിലുമുണ്ട്. ഞാൻ അതിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. ഞങ്ങളുടെ സകലമായ സംവിധാനവും ഉപയോഗിച്ച് ഈ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കും, മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഈ യാത്രയിൽ നിങ്ങളെല്ലാവരും സജീവമായി ഉണ്ടാകണം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വരുന്ന ഒരു ഗവൺമെൻറ്, ഏകദേശം 9 കൊല്ലമായി ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഈ കേരള സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഒരു ഗവൺമെൻറ് കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ ഭാഗമായി അത് നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻറ് കൂടെ ഇവിടെ വരുമെന്നതിൽ യാതൊരു സംശയമില്ല. ആ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുവാൻ താഴെത്തട്ടിൽ നമ്മളുടെ ത്രിതല പഞ്ചായത്തുകളിൽ പ്രതിനിധികൾ ഉണ്ടാകണം. പഞ്ചായത്ത് നമ്മൾക്ക് ഭരിക്കണം, ബ്ലോക്ക് പഞ്ചായത്ത് നമ്മൾക്ക് ഭരിക്കണം, ജില്ലാ പഞ്ചായത്ത് നമുക്ക് ഭരിക്കണം. എങ്കിൽ മാത്രമേ, ഇപ്പം നമുക്കറിയാം, ഈ പള്ളിയിലേക്ക് പോകുന്ന റോഡ് ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ മുടക്കി നമുക്ക് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ലക്ഷക്കണക്കിന് രൂപ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു. അതേപോലെ നമ്മുടെ തനത് ഫണ്ട്, പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ 10-20 വർഷം കോൺഗ്രസിൻ്റെയോ ഐക്യ ജനാധിപത്യ മുന്നണിയോ നേതാക്കന്മാർ, പ്രസിഡന്റുമാർ, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ പോലും നടപ്പിലാക്കാൻ പറ്റാത്ത പദ്ധതികൾ ഈ വാർഡിൽ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ആ ഒരു ഉന്മാദത്തിലാണ്, അല്ലെങ്കിൽ ആ ഉന്മേഷത്തിലാണ് നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നമുക്ക് ഒരുമയോടെ, ഒത്തൊരുമയോടെ ഇന്ന ദിവസം മുതൽ, ഈ സമയം മുതൽ നമുക്ക് പ്രവർത്തിക്കാം. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാർഡ് തല കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു.
ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥിയായി ഇവിടെ എത്തി നമ്മുടെ പനച്ചവളയിലെ സന്തോഷ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേറെ കൺവെൻഷനിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് 2 വാക്ക് പറഞ്ഞിട്ട് പുള്ളി ഇവിടുന്ന് പോകുന്നതായിരിക്കും. ബഹുമാന്യനായ യോഗ അധ്യക്ഷൻ സഖാവ് ഹുസൈൻ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എനിക്ക് ഏറെ ഒരുപക്ഷെ പൊതുപ്രവർത്തന രംഗത്ത് ആദ്യം ഇറങ്ങുന്ന വേളയിൽ അറിഞ്ഞ് കേട്ട പേരാണ് സഖാവ് ശ്രീധരൻപിള്ള. ഞാനിവിടെ വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ശ്രീധരൻപിള്ള ചേട്ടൻ അവറുകൾ, എൻ്റെ ഗുരുനാഥനും CPIM-ൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള സഖാവ് രവീന്ദ്രനാഥ്, അതുപോലെ കിസാൻ സഭയുടെ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ജോർജ് ലൂക്കോ സാറ്, അതുപോലെ എനിക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഏറെക്കാലത്തെ ബന്ധമുള്ള സഖാവ് റാഫി, അതുപോലെ സഖാവ് ഉണ്ണി സഖാവ്, ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, ഉദ്ഘാടകൻ വിട്ടുപോയി, വലിയ അടുപ്പമുള്ള ആളാണ് സഖാവ് ബിജു ഉദ്ഘാടകൻ, ക്ഷമിക്കണം വിട്ടുപോയതാണ്, ഒരു സൈഡിലേക്ക് ശ്രദ്ധിച്ച്. പിന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, ഒരു പ്രസംഗത്തിലേക്ക് കടക്കുവാൻ ഞാൻ ഈ വേള ഉപയോഗിക്കുന്നില്ല. തന്നെ എന്നെ പ്രസംഗിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുവാൻ ഞാൻ ഈ വേള ഉപയോഗിക്കുന്നില്ല. ഞാൻ മത്സരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ്, ഇടമുളയ്ക്കൽ ഡിവിഷൻ. നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന ഡിസംബർ മാസം 9-ാം തീയതി ത്രിതല പഞ്ചായത്ത് സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ത്രിതല പഞ്ചായത്ത് സമിതികൾ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് തേടുന്നത് ജനങ്ങളോട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നാട്ടിലാകെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനവും അത് സംസ്ഥാന ഗവൺമെൻറ്റും പഞ്ചായത്തും MLA-യും ഒക്കെ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ജനങ്ങളോട് പറയുന്നതിനേക്കാൾ കാര്യമായി ജനങ്ങളാണ് നമ്മളുമായി സംവേദിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ കൂടെ പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ജോർജ് ലൂക്കോസ് സാറ് 2 വാക്ക് പറഞ്ഞിട്ട്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ് ലൂക്കോസ് സാറിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വാർഡ് കൺവെൻഷൻ്റെ അധ്യക്ഷനായിട്ടുള്ള പ്രിയങ്കരനായ സഖാവ് ഹുസൈൻ, ഉദ്ഘാടകൻ ആയൂർ ബിജു, എൻ്റെ കൂടെ ഗുരുനാഥനായ അഡ്വക്കേറ്റ് G. രവീന്ദ്രനാഥ്, സഖാവ് റാഫി, ശ്രീധരൻപിള്ള ചേട്ടൻ, നമ്മുടെ ബ്ലോക്കിൻ്റെ സ്ഥാനാർത്ഥി സഖാവ് സന്തോഷ്, എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ഉണ്ണികൃഷ്ണൻ സാറ്, എൻ്റെ സ്നേഹിത കൂടിയായ നമ്മുടെ മത്സരാർത്ഥി സഖാവ് പ്രസന്ന കുമാരി, എൻ്റെ ഒരു സുഹൃത്ത് തൊട്ടുപുറയിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഒരേ ബാച്ചുകാരാണ്. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വളരെ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കേരള രാഷ്ട്രീയം കടന്നു പോകുന്നത്. സാമൂഹിക വികസനത്തിൻ്റെയും വികസന രാഷ്ട്രീയത്തിൻ്റെയും പ്രാധാന്യം ഓരോ വ്യക്തികളും ചർച്ച ചെയ്യുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളൊക്കെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരുപാട് മേഖലകളിൽ കേരളം നേട്ടം കൊയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ സാമൂഹികമായ ബന്ധങ്ങളെക്കുറിച്ചും വ്യാവസായികമായ പുരോഗതിയെക്കുറിച്ചും അതുപോലെ തന്നെ വികസന രാഷ്ട്രീയത്തിനെക്കുറിച്ചും ഒക്കെ എനിക്ക് ശേഷം വരുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് നാദും ഒക്കെ സംസാരിക്കും എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. അതിൽ 1-2 കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത 1-2 കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, വളരെ മിടുക്കനായ ഒരു ടൂറിസം വകുപ്പ് മന്ത്രിയാണ് നമുക്കുള്ളത്, മന്ത്രി ശ്രീ റിയാസ്. കഴിഞ്ഞ വർഷം നമ്മുടെ സംസ്ഥാനത്തിന് നേടിത്തന്നത് 35,230 കോടി രൂപയാണ് ടൂറിസത്തിൽ കൂടെ. അധപ്പതിച്ച് കിടന്ന ടൂറിസം രംഗം ഓരോ ജില്ലകളിലും 1, 2, 3 സ്പോട്ടുകൾ കണ്ടെത്തി ഡെവലപ്പ് ചെയ്താണ് നമുക്ക് ഇന്ന് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിച്ചത് എന്നുള്ളതാണ്. അതുപോലെ അടച്ച് പൂട്ടിക്കിടന്ന ഫാക്ടറികൾ KMM വേണ്ടി
CPIMൻ്റെ ഏരിയ കമ്മിറ്റി നേതാവും നിരവധി തവണ ഇടമളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടും ഇരുന്ന് വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെ നല്ല പ്രസിഡൻ്റാണെന്ന് പറഞ്ഞ ആളാണ് സഖാവ് രവീന്ദ്രനാഥ്. ഞാൻ ആദരപൂർവ്വം ആ സഖാവിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ സഖാവ് ഹുസൈൻ, ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള സഖാവ് ആയൂർ ബിജു, വേദിയിലുള്ള ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ശ്രീധരമുള്ളച്ചേട്ടൻ, ഉണ്ണികൃഷ്ണൻ സാറ്, ജോർജ് ലൂക്കോസ്, നമ്മുടെ പ്രിയങ്കരായ സ്ഥാനാർത്ഥി പ്രസന്നകുമാരി, AM റാഫി, രാജേന്ദ്രൻ സാറ്, ബിജു, സഖാവ് MS നാസർ, ശൈലജ തുടങ്ങിയ പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇനി ദീർഘമായ ഒരു കൺവെൻഷൻ്റെ അവസാനമാണ് ഈ ചായ കുടി. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പറഞ്ഞാലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഒരു കൺവെൻഷനിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കൺവെൻഷൻ കൊണ്ട് എത്ര കൂടുതൽ ആൾ വന്നാലും കുറച്ച് ആൾ വന്നാലും വരുന്നവർ ഈ വാർഡിലെ നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കുന്നതിനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുകയാണ്. ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ നാളെ മുതൽ നടപ്പിലാക്കുന്നതിനും 9-ാം തീയതി വരെ, ഡിസംബർ 9 വരെ ആ പ്രവർത്തനം അനുസ്യൂതം തടസ്സമില്ലാതെ നിർവഹിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായി വന്നിട്ടുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിൽ വഹിക്കേണ്ട പങ്ക് വളരെ വലുതാണ്. ഈ വാർഡ് ഇപ്പോൾ നമ്മൾ പ്രതിനിധീകരിക്കുന്നതാണ്. ഇപ്പോഴും ഈ വാർഡിൻ്റെ മെമ്പർ AM റാഫിയാണ്. അടുത്ത പഞ്ചായത്ത് ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്യുന്നതുവരെയും AM റാഫി ക്ഷേമകാര്യ ചെയർമാനുമാണ്, ഈ വാർഡിൻ്റെ മെമ്പറുമാണ്. അപ്പോൾ ആ നിലയിൽ ഈ വാർഡ് നിലനിർത്തുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ നിക്ഷിപ്തമാണ്. നമ്മൾ വോട്ടർമാരുമായി അവരെ അത് ബോധ്യപ്പെടുത്തണം, അവർക്കറിയാമെങ്കിലും ബോധ്യപ്പെടുത്തണം. നിലവിലിരിക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പർക്ക് എപ്പോഴും നെഗറ്റീവ് വോട്ടുണ്ട്. ഞാൻ 2000-ലാണ് ആദ്യമായി മത്സരിക്കുന്നത്, 25 വർഷങ്ങൾക്ക് മുമ്പ്. 2000-ൽ മത്സരിച്ച് പിന്നെ തൊട്ടടുത്ത് 2005-ൽ വീണ്ടും മത്സരിച്ചു. 2005-ലാണ് ആദ്യമായി പഞ്ചായത്ത് പ്രസിഡൻ്റാകുന്നത്. 2000-ൽ മത്സരിക്കുമ്പോൾ എനിക്കെതിരെ മത്സരിച്ച് പ്രഗത്ഭനായ ഒരു നേതാവാണ് കൈപ്പള്ളി മാധവൻകുട്ടി. 119 വോട്ടിനാണ് എന്നോട് പരാജയപ്പെട്ടത്. 2005 അതേ വാർഡിൽ ഞാൻ വീണ്ടും മത്സരിക്കുമ്പോൾ എൻ്റെ ഭൂരിപക്ഷം 237ആയി. 119 237ആയി, വാർഡിന് വ്യത്യാസമുണ്ട്. പിന്നീട് 2015-ൽ വീണ്ടും മത്സരിക്കേണ്ടി വന്നു. സഖാക്കളെ, സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അത് സംബന്ധിച്ചെല്ലാം നേതാക്കന്മാർ പറഞ്ഞതാണ് എല്ലാവരും കേട്ടത്. അത് ആവർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പഴയതുപോലുള്ള സഹകരണവും ഇപ്പോഴത്തെ പുത്തൻ കാര്യങ്ങളെ ചിന്തിച്ച് എങ്ങനെ നമുക്ക് മുന്നോട്ട് ഈ ഗവൺമെൻറ്റിനെ ജനപിന്തുണയുള്ള ഒരു സർക്കാരായി കൊണ്ടുപോകാൻ നമുക്ക് കഴിയും, അതാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത്. അതിനെല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണം. ഇവിടുത്തെ സ്ഥാനാർത്ഥി
മറ്റ് നേതാക്കന്മാർ പറഞ്ഞതുപോലെ അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. പ്രസന്നകുമാരി നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അതുപോലെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികളുടെ പേരെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം എനിക്ക് പെട്ടെന്ന് എല്ലാം കൂടെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി ഇവരുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്കെൻ്റെ നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, ഞാൻ പ്രസന്നകുമാരി, ഇടമലത്തൂർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് നേതാക്കോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. മുൻപരിചയമായി എനിക്കുള്ളത് 26 വർഷക്കാലമായി ഞാൻ കുടുംബശ്രീയിലും ADS-ലും CDS-ലുമായി പ്രവർത്തിച്ചു വരികയും 17 വർഷക്കാലമായിട്ട് ഞാൻ ആശാപ്രവർത്തകയായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു വരികയാണ്. ഈ സ്ഥാനത്തേക്ക് സർക്കാർ ഏർപ്പെടുത്തി വരുന്ന ജനക്ഷേമപരമായ പദ്ധതികൾ സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ എനിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും തന്ന് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു.